ഒരു റേഡിയോ സന്ദേശം. അതുകേട്ട എല്ലാവരും നടുക്കി. ഓൾ ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് ക്യാപ്റ്റൻ ആർ ഡെഡ്. അതിനുശേഷം നിശബ്ദത. വർഷം 1947. ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും ഇടയിലുള്ള സമുദ്രത്തിൽ സഞ്ചരിക്കുന്നതായി പറയപ്പെടുന്ന ഒരു ചരക്ക് കപ്പൽ SS ഔറാങ് മെദാൻ. രക്ഷാപ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ കണ്ടത് ലോകം ഇന്നും മറക്കാത്ത ഒരു ദുരൂഹ കാഴ്ച. ഇതാണ് SS ഔറാങ് മെദാൻ മിസ്റ്ററി. 1947 ജൂൺ മാസം അടുത്തുകൂടി സഞ്ചരിക്കുന്ന നിരവധി കപ്പലുകൾക്ക് ഒരു ദുരൂഹ റേഡിയോ സന്ദേശം ലഭിച്ചു. ആദ്യ സന്ദേശം ഇങ്ങനെ: ഓൾ ഓഫീസേഴ്സ് ഇൻക്ലൂഡിംഗ് ക്യാപ്റ്റൻ ആർ ഡെഡ്, ലൈയിങ് ഇൻ ചാർട്ട് റൂം ആൻഡ് ബ്രിഡ്ജ്. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ സന്ദേശം: ഐ ഡൈ. അതിനുശേഷം റേഡിയോ പൂർണ്ണമായി നിശബ്ദമായി. സന്ദേശം ലഭിച്ചതോടെ സമീപത്തുണ്ടായിരുന്ന ഒരു രക്ഷാകപ്പൽ ആ ദിശയിലേക്ക് തിരിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം അവർ SS ഔറാങ് മെദാനെ കണ്ടെത്തി. കപ്പൽ കടലിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഡെക്കിൽ ഒരാളും അനങ്ങുന്നില്ല. രക്ഷാസംഘം കപ്പലിലേക്ക് കയറി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. ക്യാപ്റ്റൻ, ഓഫീസർമാർ, ജീവനക്കാർ എല്ലാവരും മരിച്ച നിലയിൽ. വിചിത്രമായ കാര്യം, ആരുടെയും ശരീരത്തിൽ വ്യക്തമായ മുറിവുകളോ വെടിയേറ്റ പാടുകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ പലരുടെയും മുഖത്ത് കടുത്ത ഭയത്തിന്റെ ഭാവം. ചിലരുടെ കൈകൾ എന്തോ ഭയന്ന് തടയാൻ ശ്രമിച്ച പോലെ ഉയർന്ന നിലയിൽ. രക്ഷാസംഘം അന്വേഷണം ആരംഭിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു വിചിത്രമായ സംഭവം. കപ്പലിന്റെ അടിഭാഗത്തു നിന്ന് പുക ഉയരാൻ തുടങ്ങി. അല്പസമയത്തിനകം തീപിടുത്തം. രക്ഷാസംഘം ഉടൻ കപ്പൽ വിട്ടു. മിനിറ്റുകൾക്ക് ശേഷം ഒരു വലിയ പൊട്ടിത്തെറി. SS ഔറാങ് മെദാൻ കടലിന്റെ അടിയിലേക്ക് മുങ്ങി. അതോടെ പ്രധാന തെളിവുകളും നഷ്ടപ്പെട്ടു. ഈ സംഭവത്തിന് നിരവധി വിശദീകരണങ്ങൾ മുന്നോട്ട് വന്നു. ഒരു തിയറി കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. അവയിൽ നിന്ന് പുറത്തു വന്ന വിഷവാതകം ജീവനക്കാരെ ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കാം. മറ്റൊരു തിയറി കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതക ചോർച്ച. അത് ബോധക്ഷയത്തിനും മരണത്തിനും കാരണമായിരിക്കാം. ചിലർ അസ്ഥിരമായ നൈട്രോഗ്ലിസറിൻ പോലുള്ള സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അതാണ് പൊട്ടിത്തെറിച്ചത് എന്നും വിശ്വസിക്കുന്നു. ഈ കഥയിലെ ഏറ്റവും വലിയ ദുരൂഹത SS ഔറാങ് മെദാൻ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന കപ്പലായിരുന്നോ? ഇതുവരെ വ്യക്തമായ രജിസ്ട്രേഷൻ രേഖകൾ കണ്ടെത്തിയിട്ടില്ല. സംഭവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും പിന്നീട് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളിലൂടെയും ഒന്നാം ഘട്ട റിപ്പോർട്ടുകളിലൂടെയും പ്രചരിച്ചതാണ്. അതുകൊണ്ടാണ് ചില ചരിത്രകാരന്മാർ ഇത് യഥാർത്ഥ സംഭവമാണെന്ന് കരുതുമ്പോൾ മറ്റു ചിലർ ഇത് ഒരു കടൽ കഥ ആയിരിക്കാമെന്നും പറയുന്നത്. കപ്പൽ മുങ്ങിയതിനാൽ ഫോറൻസിക് പരിശോധന നടത്താൻ കഴിഞ്ഞില്ല. ജീവനക്കാരുടെ മൃതദേഹങ്ങളും നഷ്ടമായി. യഥാർത്ഥ ചരക്കും കണ്ടെത്താനായില്ല. സംഭവത്തിൻ്റെ യഥാർത്ഥ കാരണം ഇന്നുവരെ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ദുരൂഹ റേഡിയോ സന്ദേശം. മരിച്ച നിലയിൽ കണ്ടെത്തിയ മുഴുവൻ ജീവനക്കാരും. അതിനുശേഷം കപ്പൽ കടലിനടിയിൽ മുങ്ങി. SS ഔറാങ് മെദാൻ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ കപ്പലിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്നും അതിന് വ്യക്തമായ ഉത്തരമില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് വിഷവാതക ചോർച്ചയാണോ, അല്ലെങ്കിൽ ഇന്നും അറിയാത്ത മറ്റെന്തെങ്കിലും സത്യമാണോ? നിങ്ങൾക്കിതിനെപ്പറ്റി എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. നാളെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.